പ്രശസ്ത കവി, നടൻ, അധ്യാപകൻ, നാടകകൃത്ത് എന്നീ നിലകളിലെല്ലാം കലാസാംസ്കാരിക മണ്ഡലത്തിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച മുല്ലനേഴി. മുല്ലനേഴിയുടെ ജന്മദിനം 16 മെയ് 15-16 തീയതികളിൽ അദ്ദേഹത്തിന്റെ ജന്മനാട് അവണിശ്ശേരി പഞ്ചായത്ത്. അവണിശ്ശേരിയിൽ ഉള്ള സാംസ്കാരിക സംഘടനകളിൽ മുല്ലനേഴി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടാടുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ശ്രീധരൻ മുല്ലനേഴി ഫൗണ്ടേഷൻ സെക്രട്ടറിയുമാണ്, പ്രമുഖ ചലച്ചിത്ര സംവിധായകനുമാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. പ്രിൻസൺ അവണിശ്ശേരി ഈ പരിപാടിയുടെ പ്രധാന സംഘടകനാണ്. ചാക്കുടി അന്തിക്കാട് നടൻ, നാടക സംവിധായകൻ, കവി, സാംസ്കാരിക പ്രവർത്തകൻ, മുല്ലനേഴി ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് വരുന്ന പ്രധാന പ്രവർത്തകരിൽ പെടും. ജയൻ അറുണൂർ, ജയൻ കോമറേഡ് ജയൻ ഇതിന്റെ ട്രഷററാണ്. ഇത് ഉണ്ടാക്കിയ കാലം മുതൽ, മുല്ലനേഴി ഫൗണ്ടേഷൻ തുടങ്ങിയ കാലം മുതൽ ട്രഷറായി പ്രവർത്തിക്കുന്നു. ഈ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ വിശദീകരിക്കാനുള്ളതാണ് പത്രസമ്മേളനത്തിന്റെ ലക്ഷ്യം. കുറെ കൂടി കാര്യങ്ങൾ എനിക്ക് ശേഷം പ്രിൻസൺ വിശദീകരിക്കുന്നതാണ്. മുല്ലനേഴിയുടെ ജന്മനാട്ടിൽ വെച്ച് ജന്മദിന ആഘോഷങ്ങൾ മുമ്പ് നടക്കാറില്ല. മുമ്പുള്ളത് ഒക്ടോബർ 22 ചരമദിനത്തിലാണ് മുല്ലനേഴി പുരസ്കാരം ഉൾപ്പെടെ കൊടുക്കുന്ന സാംസ്കാരിക പരിപാടികൾ പ്രധാനമായും തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് ആണ് മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ളത്. നാട്ടിൽ നടന്നിട്ടുണ്ട് എങ്കിലും ഈ വർഷം മുതലാണ് ജന്മനാട്ടിൽ ജന്മദിനാഘോഷങ്ങൾ മുല്ലമാഷയുടെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇത്തവണ സിനിമയാണ്. സിനിമ മുല്ലനേഴി പ്രമുഖനായ സിനിമാ നടനുമാണ്, ചലച്ചിത്രകാരൻ, എഴുത്തുകാരനാണെന്ന് നമുക്കറിയാം. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ആ കാര്യങ്ങളാണ് ഒന്ന് പറയാനുള്ളത്. ഇർഷാദ് അലി, പ്രമുഖനായിട്ടുള്ള നടൻ, അദ്ദേഹമാണ് 15-16 തീയതികളിൽ നാളെ മറ്റന്നാളും ആയി നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിന്റെ ഗാനാവതരണം, കാവ്യ ഗാനാവതരണങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം നടത്തുന്നത്. പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ എന്ന ശീർഷകത്തിൽ അദ്ദേഹത്തിന്റെ അല്ല, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കവിതകളുടെ അവതരണം നടക്കുന്നു. പിന്നെ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഈ പത്രക്കുറിപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നാളെ മുല്ലനേഴിയുടെ ഗാനങ്ങളുടെ അവതരണം നടക്കും. മറ്റന്നാൾ മുല്ലനേഴി കവിതകളുടെ അവതരണവും നടക്കും. അതൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖരായ ആൾക്കാരാണ് അവതരിപ്പിക്കുന്നത്. മുല്ലനേഴിയുടെ കവിതകൾ അവതരിപ്പിക്കുന്നത് സാധകം സംഗീതാലയത്തിന്റെ മുൻകൈയിൽ ആണ് ആ പരിപാടി നടക്കുന്നത്. 2 ദിവസത്തെ സിനിമകളാണ്. 1-ാം ദിവസം നടക്കുന്നത് ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമയാണ്. അത് പുതിയ സിനിമകളിൽ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിലൊന്ന് എന്ന നിലയ്ക്ക് കൂടിയാണ് ആ സിനിമ വരുന്നത്. അത് നാളെയാണ്. മറ്റന്നാളാണ് മുല്ലനേഴി അഭിനയിച്ച പിറവി ഇവിടെ പ്രദർശനം നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സാമാന്യമായി പറയാനുള്ള ബാക്കി കാര്യങ്ങൾ ശരി. അവണിശ്ശേരിയുടെ സ്വന്തം മുല്ലനേഴി മാഷയുടെ ജന്മദിനം ആദ്യമായിട്ടാണ് അവണിശ്ശേരി പഞ്ചായത്തിൽ മാഷ്ട ജന്മനാട്ടിൽ ആഘോഷിക്കുന്നത്. അത് വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവണിശ്ശേരി ഫെസ്റ്റ് എന്നുള്ളൊരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ മാഷ്ട പേരിൽ നാടകോത്സവവും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാഷ്ട പേരിൽ തൃശ്ശൂരും അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് പല പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും മാഷ്ട നാട്ടിൽ മാഷ്ട ജന്മദിനം ഇനി തുടർന്നും നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ കൊണ്ടത്. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ പേരിലും ഒപ്പം തന്നെ മുല്ലനേഴി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലും ഈ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും പിന്നെ അവണിശ്ശേരി സഹകരണ ബാങ്ക് അവരുടെ ഹാളിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഈ 3 സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി അവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുല്ലനേഴിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. അതിന്റെ പേരിൽ പ്രസിദ്ധ മാഷന്മാരെ തന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇർഷാദ് അലി അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടും
അതുപോലെ നാട്ടിലെ പാട്ടുകാര് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത 5 കവിതകൾ പാടിക്കൊണ്ട് അതിന്റെ വരികൾ രാമേന്ദ്രൻ വല്ലച്ചിറ എന്ന് പറയുന്ന അതിന്റെ കവിതകളുടെ വരികളിലെ പദ പരിചയം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിലത്തെ പദകോശം മുല്ലനയുടെ പദകോശം ചലച്ചിത്രഗാനങ്ങളിൽ എന്നുള്ള പേരിൽ ആ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതുപോലെ മാഷിനെ വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ ഓർമ്മകൾ പുതുക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിലുണ്ടാവണം. എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ട് ഇതിന്റെ എല്ലാത്തിനും ആശയമായിട്ടുള്ള പ്രിയേട്ടനെ പറയാനുള്ളൂ. നമ്മള് പലപ്പോഴും പല രീതിയിലും ആളുകൾ അറിയുക എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ മുല്ലനേഴി മാഷ് അത്ര വലിയ പരിചയമില്ല. അതുപോലെ തന്നെ മാഷ് വരുന്നത് തന്നെ മാടമ്പിന്റെ അശ്വത്ഥമാവിലൊക്കെ സഹകരിച്ചുകൊണ്ടാണ്. അതിൽ പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ള നിലയ്ക്ക് ഒക്കെ കൂടിയാണ് എല്ലാത്തിൻ്റെ കൊണ്ട് മുൻകൈ എടുത്തിട്ട് വന്ന ഒരാളാണ്. അങ്ങനെയാണ് പതുക്കെ കയറി വരുന്നത്. അപ്പൊ അത് നമ്മുടെ മുല്ലനേഴി മാഷെ കുറിച്ചുള്ള മാഷയുടെ ചലച്ചിത്ര സഞ്ചാരങ്ങളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി കൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് എല്ലാ തരത്തിലുള്ള മനുഷ്യരോടും ഒരേപോലെ സംവേദിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും കവി എന്നുള്ള നിലയ്ക്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ആണ്. അതുകൊണ്ട് മാഷയുടെ ജന്മദിനം കൂടെ കൂടുതൽ ഓർമ്മപ്പെടുത്തലോടെ ഈ സമൂഹത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് മുല്ലനേഴി മാഷയുടെ ഓർമ്മ എന്നുള്ളത് കൊണ്ടുകൂടിയാണ് മുല്ലനേഴി ഫൗണ്ടേഷനും ഔണിശ്ശേരി ജനകീയ വികസന സമിതിയും ബാങ്കും സഹകരണ ബാങ്കും കൂടെ ഒരുമിച്ച് നടത്തുന്നത്. ഇത് എല്ലാ വർഷവും തുടർന്നുണ്ടാകും എന്റെ സഹകരണം പ്രതീക്ഷിക്കും. പറയാനുള്ളത് കഴിഞ്ഞു. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, പറയാൻ പറ്റുന്നത്.